ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൂക്കളം ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് പൂവൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ പൂവൊക്കെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സ്പ്ലിറ്റ് ചെയ്തെടുത്താലേ നമുക്ക് പൂക്കളം ഇടാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു പൂക്കളം ഡിസൈൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പൂവെല്ലാം കൂടെ ഇതുപോലെ പതുക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വരയ്ക്കാൻ ആരംഭിക്കാം. വരയ്ക്കാൻ ആദ്യം സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോക്കും ഒരു നൂലുപയോഗിച്ച് 2 സർക്കിൾ ഇതുപോലെ വരച്ചെടുത്തു. ഇനി ബാക്കി പാറ്റേൺസ് അതിനകത്ത് വരയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഞാൻ അതിൻ്റെ ക്രോസ് ചെയ്തൊന്ന് വരച്ചെടുക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ബാക്കി സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഇനി പൂവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റൗണ്ട് ഉള്ള ഭാഗത്ത് ഞാൻ വെള്ളപ്പൂ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഓറഞ്ച് വെച്ച് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ ഒരു പൂക്കളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പൂക്കളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഓറഞ്ച് ഇടേണ്ടടുത്തെല്ലാം നമുക്ക് ഓറഞ്ച് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, പെട്ടെന്ന് തീർക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സമയം ലാഭിക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇനി ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് തന്നെ നമുക്ക് എല്ലാം വെച്ച് ഫില്ല് ചെയ്യാം. ഓക്കെ, നമ്മൾ പൂക്കൾ ഇടാൻ നേരം ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം നോക്കുക. കാര്യം എപ്പോഴും നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഷേപ്പ് ചിലപ്പോൾ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇട്ട ശേഷം ആ ഷേപ്പ് കൂടെ ഒന്ന് ആ ഷേപ്പിലോട്ട് ആക്കി എടുക്കാൻ നോക്കുക. എങ്കിലേ നമുക്ക് ആ പൂക്കളം കറക്റ്റായിട്ട് വരുള്ളൂ. അതിൽ പൂവ് ഇടുമ്പോഴത്തേക്ക് തന്നെ അതിന് കറക്റ്റ് എവിടെയാണോ ഔട്ട്ലൈൻ വരുന്നത് അതുവരെ ആ ഷേപ്പ് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയ കാര്യം. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത് ആ ഗ്യാപ്പ് വരുന്ന പോർഷൻ്റെ അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പൂക്കളം റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ നമ്മൾ ഗ്രീനായിട്ടാണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ റെഡിയാവും. ഇനി കുറച്ച് പോർഷൻസ് കൂടെ ഉള്ളൂ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാര്യം വളരെ എളുപ്പത്തിൽ സമയം ലാഭിക്കാനും പറ്റും, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റിയ ഒരു ഡിസൈനാണ്. അധികം കഷ്ടപ്പെടാതെ പെട്ടെന്ന് സമയം ലാഭിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി കുറച്ച് പോർഷൻസ് കൂടെ നമുക്ക് ചെയ്ത് എടുക്കാനുള്ളൂ. അതുകൂടെ കഴിഞ്ഞ് നമുക്ക് പൂക്കളം റെഡിയാവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി ഗ്രീൻ പോർഷൻ ബാക്കിയൂടെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ്. നമ്മളെപ്പോഴും ഇതുപോലത്തെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഔട്ട്ലൈൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ ആ പൂക്കളം കാണുമ്പോൾ നമുക്ക് ഒരു ഭംഗി തോന്നുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പൂക്കളം ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.